ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2 ദിവസത്തെ മുന്നേ ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു ചിത്രകലാ പരിഷത്ത് ഓർഗനൈസ് ചെയ്ത ചിത്രസന്ധ്യനെ കുറിച്ചിട്ട്. ഇന്ന് അതിൻ്റെ ലോങ് വീഡിയോ ആണ്. നിങ്ങളിത് ലാസ്റ്റ് വരെ കണ്ടു നോക്കണം, കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ചിത്രകലാ പരിഷത്ത് ഓർഗനൈസ് ചെയ്ത ചിത്രസന്ധ്യ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ചിത്രചന്ത എന്ന് പറയാം. ചിത്രചന്ത അതായത് അത്രക്കും പെയിൻറ്റിങ്സ് അവിടെ ഉണ്ടായിരുന്നു, അത്രക്കും ആർട്ട് വർക്ക്സ് അവിടെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ ഗാന്ധിനഗർ കുമാരകൃപ റോഡിൽ ജനുവരി 5, 2025 ആണ് നടന്നത്. യൂഷ്വലി ഫസ്റ്റ് സൺഡേസ് ഓഫ് ജനുവരി ആണ് ഇത് നടക്കാറ്. 22 ഇയേഴ്സായിട്ട് ഇത് നടന്നുകൊണ്ട് വരുന്നുണ്ട്. ചിത്രസന്ധ്യ 2025യുടെ തീം എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റിംഗ് വിമൻ എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, പ്രത്യേകിച്ചും ചൈൽഡ് മാരേജ് ആൻഡ് ഫീമെയിൽ ഫീറ്റിസൈഡിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വർഷത്തെ തീം നേരത്തെ പറഞ്ഞതുപോലെ ചൈൽഡ് മാരേജും ഫീമെയിൽ ഫീറ്റിസൈഡിനെ കുറിച്ചാണ്. അതായത് ബാല്യവിവാഹം, പെൺ ഭ്രൂണഹത്യയെ കുറിച്ചാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഹൈലൈറ്റഡ് ടോപ്പിക്സ് അതാണ്. അതുകൂടാതെ വേറെ രീതിയിലുള്ള പെയിൻറ്റിങ്സ് കൂടെ അവിടെ ഉണ്ടായിരുന്നു. ആർട്ടിന് സൊസൈറ്റിയിൽ ഒരു വലിയ റോള് തന്നെയുണ്ട്. ചില കഥകൾ, ചില നോവലുകൾ, പല പല സാഹിത്യങ്ങൾ, ഇതെല്ലാം സൊസൈറ്റിയിലെ പല പ്രോബ്ലംസിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് കുറേയേറെ സഹായകരക്കുന്ന ഒരു മീഡിയമാണ്. അതുപോലെ തന്നെ വിഷ്വൽ ആർട്ട് എന്നതും ഒരു പവർഫുൾ മീഡിയമാണ്. സൊസൈറ്റിയിലെ പല പ്രോബ്ലംസിനെ കുറിച്ചും എക്സ്പോസ് ചെയ്യാൻ, ആൾക്കാരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ഒരു പവർഫുൾ മീഡിയം. ഇവിടത്തേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്നുണ്ടെന്നുള്ള ഒരു കണക്കാണ് കിട്ടിയത്. ഇത് കാണാൻ മാത്രമല്ല, അവർക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ്സ് വാങ്ങിക്കാൻ കൂടി. ഒരേ ഒരു ദിവസമാണ് ഇത് നടക്കുന്നത് എന്നതാണ് ഒരു പ്രശ്നമായി തോന്നുന്നത്. കാരണം അത്രക്കും ആൾക്കാർ അവിടെ വരുന്നുണ്ട് ഒരു ദിവസത്തിന് ഇത് കവർ ചെയ്ത് ഇതിൽ കണ്ട് ഇതിൽ നിന്ന് പെയിൻറ്റിങ്സ് വാങ്ങാൻ. ഇപ്രാവശ്യം ഓൾമോസ്റ്റ് 3000 അപ്ലിക്കേഷൻസ് ഇവർക്ക് വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് 3000 ആർട്ടിസ്റ്റിൻ്റെ അപ്ലിക്കേഷൻസ്. ബട്ട് ഇവരുടെ ജൂറി മെമ്പേഴ്സ് എല്ലാ മാനദണ്ഡങ്ങളും വെച്ച് 1300 ആൾക്കാരെയാണ് പല കാറ്റഗറിയിൽ നിന്നും തിരഞ്ഞെടുത്തത്. ശിവാനന്ദ സർക്കിൾ ടു വിൻസെൻ്റ് മാന്യൂർ സർക്കിൾ വരെയായിരുന്നു ഇത് പരന്ന് കിടന്നിരുന്നത്. ഈ ഒരു ചുറ്റളവിലാണ് ഇവരിതിൻ്റെ എക്സിബിഷൻ നടത്തിയത്. ട്രഡീഷണൽ ആൻഡ് കണ്ടംപററി ആർട്ട് ഫോംസ് ലൈക്ക് മൈസൂരു, തഞ്ചാവൂരു, രാജസ്ഥാനി, മധുബനി സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. ഓയിൽ പെയിൻറ്റിങ്, വാട്ടർ കളർ, അക്രിലിക്, ഗ്ലാസ് പെയിൻറ്റിങ്സ്, സാൻഡ് പെയിൻറ്റിങ്സ്, അങ്ങനെ പല രീതിയിൽ. പിന്നെ പെയിൻറ്റിങ്സിൽ തന്നെ പല വിധം എന്ന് വെച്ചാൽ കൊളാഷസ് ഉണ്ടായിരുന്നു, ലിത്തോഗ്രാഫ്സ് ഉണ്ടായിരുന്നു, ഡൂഡിൽസ്, എംബോസിങ്, വീഡിയോ ആർട്ട്, സ്കൾപ്ചേഴ്സ്, ഇൻസ്റ്റലേഷൻസ്, മിക്സ്ഡ് മീഡിയ, ഫോട്ടോഗ്രാഫി ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് വർക്ക്സും കൂടി അവിടെ ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ് മുതൽ സീനിയർ സിറ്റിസൻസ് വരെയാണ് ഇവിടെ പെയിൻറ്റിങ് വിൽപ്പനക്കായി വന്നിട്ടുണ്ടായിരുന്നത്. ടാലൻറ്റഡായ ആർട്ടിസ്റ്റുകൾക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു. കാരണം ചില ആൾക്കാർ അറിയാതെയാവും, അവർക്ക് വലിയ എക്സ്പോഷർ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് അവരെ പെയിൻറ്റിങ്സ് വിൽക്കാൻ നിൽക്കുമ്പോൾ ചില ആൾക്കാർക്കത് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ അവർക്കത് ക്രെഡിറ്റായി മാറും. മോർ ദാൻ 18 സ്റ്റേറ്റ്സ് നിന്നും ആൾക്കാർ ഇതിൽ പങ്കെടുത്തു എന്നാണ് കേൾക്കുന്നത്. സീനിയർ സിറ്റിസൻസിന് വേണ്ടി പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്ത ഏരിയ കൂടി ഉണ്ടായിരുന്നു. അവർക്ക് സേഫായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും വിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആർട്ടിൻ്റെ ലോകത്തിൽ ഇറങ്ങിയാൽ നമുക്കും വളരെയേറെ മാറ്റങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റും. ഇവനതൊരു പുസ്തകം വായിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ചിത്രങ്ങൾ കാണുന്നതിലൂടെ. കുട്ടികളുടെ ചെറിയ കാലത്ത് തന്നെ അവർക്ക് നിറയെ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. വായനാശീലം അതൊരു വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൂടാണ്ട് പല രീതിയിലെ ആർട്ട് ഫോംസിലും അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കണം.
നേരത്തെ പറഞ്ഞ പോലെ തീമിലെ കുറച്ച് ചിത്രങ്ങളാണ് ഇതിൻ്റെ ഇടയിലും കാണുന്നത്. ലൈവ് ഇല്ലസ്ട്രേഷൻസും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, അവിടുത്തെ ഒരു തിരക്കൊന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് വൈകിപ്പോയി. 5-5:30 സമയത്താണ് എത്തിയത്. ആക്ച്വലി രാവിലെ ഇത് സ്റ്റാർട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രത്തോളം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. പോകുമ്പോഴത്തേക്ക് കുറച്ച് വൈകിപ്പോയി. ഇത് പകുതിയോളം തന്നെ കണ്ട് തീർത്തോന്നില്ലത് സംശയമുണ്ട്. കാരണം അത്രത്തോളം കാണാനുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ആരെങ്കിലും നെക്സ്റ്റ് ഇയർ ഇത് കാണാൻ വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. രാവിലെ അവിടെ എത്തുക, കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാനും പറ്റും. 100 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വില വരുന്ന പെയിൻറ്റിങ്സ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, വാങ്ങിക്കാനും പറ്റും. ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഡിസേബിൾഡ് ആയ ആൾക്കാർ ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അവർ മനോഹരമായിട്ട് വരച്ച കുറേ പെയിൻറ്റിങ്സ്. ചില ആൾക്കാർക്ക് കാത് കേൾക്കാത്ത പ്രശ്നം ഉണ്ടായിരുന്നു, ചില ആൾക്കാർക്ക് സംസാരിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഇതിലൊരു ഭാഗമാകുമ്പം അതും ഒരു വളരെ നല്ല കാര്യമായി മാറുന്നു. എന്തെല്ലാം യൂസ് ചെയ്ത് നമുക്ക് ആർട്ട് ഉണ്ടാക്കാം, എന്തെല്ലാം രീതിയിൽ നമുക്ക് ചിത്രങ്ങൾ ഉണ്ടാക്കാം. ചെറിയ ചെറിയ വുഡൻ പീസിൽ വരെ മൈന്യൂട്ടായിട്ടുള്ള പക്ഷികളെയും ചെറിയ ചെറിയ മൃഗങ്ങളെയും വരക്കുന്ന രീതിയും വലിയ ക്യാൻവാസിലും കൂടി വരക്കുന്ന രീതിയും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. കുറേ ആൾക്കാർ അവരുടെ ഫേസ്ബുക്ക് ഐ ഡിയും ഇൻസ്റ്റ ഐ ഡിയൊക്കെ എൻ്റെ കൂടെ തന്നെ വെച്ചിരുന്നു. നമ്മൾക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് ഡയറക്റ്റ് വാങ്ങാൻ വേണ്ടി. ഈ കാണുന്നത് പയ്യന്നൂരിൽ നിന്നും വന്ന ഒരാൾ വരച്ച പെയിൻറ്റിങ്സാണ്. മാടായി പാറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതലും നമ്മളെ ഒരു വികാരം കൂടി വരുമല്ലോ. ഈ പെയിൻറ്റിങ്ങിന് ഭയങ്കരമായിട്ടൊരു ലൈവായിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഡയറക്റ്റ് നമ്മൾ ആ കാണുന്ന പോലെ തന്നെ. എല്ലാവരും ഏകദേശം അവരുടെ പെയിൻറ്റിങ്സ് എല്ലാം എടുത്ത് വെച്ച് പോകാൻ തയ്യാറെടുക്കാൻ തുടങ്ങി. കാരണം ലേറ്റായി, സമയം കണ്ടില്ലേ, ആൾക്കാരൊക്കെ മടങ്ങുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാവരും അവരവരുടെ ട്രോളികളും അവരുടെ ചിത്രങ്ങളും എല്ലാം എടുത്ത് വെച്ച് എല്ലാവരും ഏകദേശം മടങ്ങാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയ പെയിൻറ്റിങ്സാണ് ഈ കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.